പുതിയ രാഷ്ട്രീയ മുന്നണി ഉണ്ടാക്കി പി.വി. അൻവർ. തൃണമൂൽ പിന്തുണയോടെയാണ് ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണിക്ക് അൻവർ രൂപം നൽകിയത്. ഇരു മുന്നണികൾക്കും ബദലായി പുതിയ രാഷ്ട്രീയ മുന്നണി എന്നതാണ് അൻവറിന്റെ പ്രഖ്യാപനം. ഈ പ്രഖ്യാപനത്തോടെ ഇരു മുന്നണികൾക്കും ബദലുള്ള രാഷ്ട്രീയ നീക്കം അൻവർ ഉദ്ദേശിക്കുന്നു. CB അനുമോദ് ചേരുന്നു. അനുമോദ്, എന്താണ് അൻവറിന്റെ ഈ നീക്കം? ഈ കാര്യത്തിൽ ആരുടെയൊക്കെ പ്രതികരണം ഉണ്ടാകും? നമുക്കതിന് CB അനുമോദിലേക്ക് പോകുന്നതിന് മുമ്പ് അൻവറിന്റെ പ്രതികരണം കൂടി ഇപ്പോൾ ഉണ്ടാകും. ആ പ്രതികരണം തന്നെ കേൾക്കേണ്ടതുണ്ട്. പുതിയ ഒരു രാഷ്ട്രീയ മുന്നണി പ്രഖ്യാപിച്ച് ബദൽ രാഷ്ട്രീയ നീക്കത്തിന് പി.വി. അൻവർ ശ്രമിക്കുന്നു. കേരളം പല രാഷ്ട്രീയ പരീക്ഷണങ്ങളും കണ്ടതാണ്. അത്തരമൊരു പരീക്ഷണം കൂടിയായി അൻവറിന്റെ ഈ നീക്കം മാറുന്നു എന്ന സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും പി.വി. അൻവർ അല്പസമയത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടിയുണ്ട്. അദ്ദേഹം ഇന്ന് നോമിനേഷൻ നൽകിയാണ്. അൻവറിനെ സംബന്ധിച്ച് ഇടതുമുന്നണിയില്ല, ഒപ്പം UDFും അദ്ദേഹത്തെ തള്ളിക്കഴിഞ്ഞു. അങ്ങനെ അൻവറിന് ഇനി ഒരു സ്വതന്ത്ര നിലപാടെടുത്ത് മുന്നോട്ട് പോവേണ്ടി വരും. തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണയോടെ പുതിയ രാഷ്ട്രീയ മുന്നണി എന്നതാണ്. കേരളത്തിലെ ഏതൊക്കെ രാഷ്ട്രീയ കക്ഷികളെ അദ്ദേഹം ഒപ്പം ചേർക്കുന്നു എന്ന ചോദ്യം കൂടിയുണ്ട്. CB അനുമോദ് നമുക്കൊപ്പമുണ്ട്. അനുമോദ്, അൻവറിന്റെ പാർട്ടി തൃണമൂൽ കോൺഗ്രസ് ഒപ്പം ചേരാൻ ആരൊക്കെ? എന്താണ് അൻവർ നടത്താൻ പോകുന്ന ഈ രാഷ്ട്രീയ നീക്കം? അൻവറിന്റെ പ്രതികരണം വരുന്നു. അൻവറിന്റെ വാക്ക്. ഇല്ല, പുതിയ മുന്നണി എന്ന് പറയുന്നത് ഇന്നലെയാണല്ലോ നമ്മൾ മത്സരിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ മണ്ഡലത്തിലെ പല ആളുകളുടെയും താല്പര്യപ്രകാരമാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ ഡ്യൂട്ടി പ്രതിപക്ഷ നേതാവ് ചെയ്യാത്തതാണല്ലോ ഇതിലെ ഒരു വിഷയം. ഞാൻ പറഞ്ഞു വന്ന പിണറായിസത്തെ എതിർക്കാൻ നേതൃത്വം നൽകേണ്ട പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം പിണറായിയോടൊപ്പം നിന്നുകൊണ്ട് പിണറായിസത്തിനെതിരെ ഞാൻ ഉയർത്തിയ മുദ്രാവാക്യം തകർക്കാനുള്ള ശ്രമമാണ് എന്ന് ഇന്നലെ വാതിലടച്ചോടുകൂടി നിലമ്പൂരിലെ ജനങ്ങൾക്കും കേരളത്തിലെ ജനങ്ങൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകുന്നേരമുണ്ടായ ഒരുപാട് ചെറുകിട സംഘടനകൾ, പ്രത്യേകിച്ചും കാർഷിക മേഖലയിലുള്ള ആളുകൾ, തൊഴിൽ മേഖലയിലുള്ള സംഘടനകൾ, വ്യാപാര മേഖലയിലുള്ള ചെറുകിട സംഘടനകൾ, സാമൂഹിക സാംസ്കാരിക സംഘടനകൾ, ജീവകാരുണ്യ പ്രവർത്തനം വളരെ വലിയ രീതിയിൽ നടക്കുന്ന നിലമ്പൂർ നിങ്ങൾക്കറിയാം. ഇവരുടെയൊക്കെ ഒരു ആവശ്യമായിരുന്നു ഒരു ജനകീയ പ്രതിപക്ഷ മുന്നണി ഉണ്ടാക്കണമെന്ന്. അവരുടെയൊക്കെ താല്പര്യപ്രകാരം തന്നെയാണ് ഒരു മുന്നണിയുടെ കീഴിൽ മത്സരിക്കുക എന്ന തീരുമാനമുണ്ടായത്. അതുകൊണ്ട് നിലമ്പൂരിൽ നമ്മൾ ഉയർത്തുന്ന രാഷ്ട്രീയ മുദ്രാവാക്യം അത് ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണിയുടേതായിരിക്കും. എങ്ങനെ ചിഹ്നം നമ്മൾ 2 ചിഹ്നം, അതായത് AITC ഇവിടെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു ടെക്നിക്കൽ പ്രശ്നമുണ്ട്. അത് ഇവർ AITCയിൽ നിന്നുള്ള ലീഗൽ ഒപ്പീനിയൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 2ഉം കൊടുക്കാൻ പറയുന്നുണ്ട്. ഒന്ന് സ്വതന്ത്രനായും കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും കാരണവശാൽ AITCയുടെ തള്ളുകയാണെങ്കിൽ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കും. അതിൽ ചിഹ്നത്തിൻ്റെ പ്രിഫറൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതെ, അതൊരു ടെക്നിക്കൽ വിഷയമാണ്. ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ലാത്ത ഒരു വിഷയമായി നിൽക്കുകയാണ്. അല്ല, അതിൽ രാഷ്ട്രീയ പാർട്ടികൾ, അതിൽ ജനങ്ങളാണ് വിവിധ. ഞാനീ പറഞ്ഞില്ലേ, ഇപ്പോൾ അവിടുത്തെ സ്ഥിതി എന്താ? ബഹുമാനപ്പെട്ട അബ്ദുൾ ഹമീദ് MLA, അദ്ദേഹം ആരാ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹം ഇപ്പോൾ തൊട്ടടുത്ത് വാർത്ത ചോദിച്ചത് നിങ്ങളെ ലേഖകരോടെന്താ പറഞ്ഞിട്ടുള്ളത്? അങ്ങേയറ്റം മുസ്ലിം, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ ഓർക്കുന്നത്, മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും പാണക്കാട് ബഹുമാന്യനായ സാദിഖ് അലി തങ്ങളും അദ്ദേഹം ഹജ്ജിന് പോയിരിക്കുകയാണ്. അവിടുന്ന് പോലും അവർ വലിയ ഇടപെടലുകൾ നടത്തി അൻവറിനോട് നീതി പുലർത്തേണ്ടതായിരുന്നു എന്ന് ധ്വനിക്കുന്ന രീതിയിലല്ലേ അദ്ദേഹം പറഞ്ഞത്? ഇതൊരു വസ്തുതയല്ലേ? ആരെയും ബഹുമാനിക്കില്ല, അഹങ്കാരത്തിന് കയ്യും കാലും വെക്കുക നമ്മൾ കേൾക്കേണ്ടത്. അതും വിട്ട് ഒരു ഹിറ്റ്ലറിസത്തിലേക്ക് അദ്ദേഹം പോയി എന്ന് ഞാൻ പറഞ്ഞു. കൃത്യമായൊരു ഹിറ്റ്ലറിൻ്റെ രൂപമായി UDFനെ അടക്കി വാഴുകയാണ്. ഞാൻ ഇന്നലെയും പറഞ്ഞതുപോലെ 40 കൊല്ലം മുമ്പ് ഈ പറയുന്ന K. കരുണാകരൻ്റെയും ഒപ്പം കേരളത്തിൽ മന്ത്രിയായിട്ടുള്ള ബഹുമാന്യനായ ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബിന് പോലും ഒരു പുല്ല് വില കൽപ്പിക്കാതെ, കോൺഗ്രസ് ആർക്കും KC വേണുഗോപാലിന് പോലും അദ്ദേഹത്തിൻ്റെ മുന്നിൽ അദ്ദേഹം പ്രയാസപ്പെട്ടെന്ന് നമ്മൾ കണ്ടതാണല്ലോ. കോഴിക്കോട് തന്നെ കാണാം, ഈ പ്രശ്നങ്ങൾ തീർക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടുന്ന് പുറപ്പെട്ട് അവിടെ പോയി 3 മണിക്കൂറോളം 5 മണി തൊട്ട് 8 മണി വരെ ഞാൻ കാത്തിരുന്നതിന് കുഴപ്പമില്ല. അദ്ദേഹത്തെ പോലെ ആളെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എന്നിട്ട് പോലും കാണാൻ സമ്മതിക്കാതിരുന്നത് അദ്ദേഹം രാജി ഭീഷണിയാണ് മുഴക്കിയത്. അദ്ദേഹം രാജിവെക്കുകയാണ് നല്ലത്. ഈ UDF നേതൃത്വം രക്ഷപ്പെടണമെങ്കിൽ
ഇപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ പറയുന്ന വി ഡി സതീശൻ്റെ ഇന്നെടുത്തുകൊണ്ടിരിക്കുന്ന റോള് 26 തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി. ഇതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ശരീരത്തിലും മനസ്സിലും ഒക്കെ അഹങ്കാരമാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ കൈ പൊന്തിക്കാനുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും കേരളത്തിൽ സീറ്റ്.